ഹലോ എവ്രി വൺ, വെൽക്കം ടു ട്രയാക് ട്യൂട്ടോറിയൽസ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെഷീൻസ് ആണ്. ഇലക്ട്രിക്കൽ മെഷീൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ മെഷീൻസ് നമുക്ക് മെയിനായിട്ട് മൂന്ന് പോർഷൻസ് ആണ് PSCയിൽ വരുന്നത്. ഒന്ന് ജനറേറ്റേഴ്സ്, രണ്ടാമത്തെ മോട്ടേഴ്സ്, മൂന്നാമത്തെ ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, ഇനി ജനറേറ്റർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. AC ജനറേറ്റേഴ്സ്, AC ജനറേറ്റർ ആൻഡ് DC ജനറേറ്റർ. അതേപോലെ മോട്ടർ എന്തുണ്ട്, AC മോട്ടേഴ്സ് ആസ് വെൽ ആസ് DC മോട്ടോഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്തരം ടോപ്പിക്സ് ആണ് ഇതിൽ വരുന്നത്, ഇലക്ട്രിക്കൽ മെഷീൻസിൽ വരുന്നത്. ഓക്കെ, അത് നമുക്ക് ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് DC ജനറേറ്റർ ആണ്. ഓക്കെ, അത് മുമ്പ് ആദ്യം നമുക്ക് എന്താണ് ജനറേറ്റർ എന്ന് നോക്കാം. ജനറേറ്റർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്ന, മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസസിനെ വിളിക്കുന്ന പേരാണെന്ത്, ജനറേറ്റേഴ്സ്. ഓക്കെ, അതേപോലെ മോട്ടർ എന്ന് വെച്ചാൽ എന്താ, മോട്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജിയെ എന്താക്കുക, മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ AC ജനറേറ്റർ, DC ജനറേറ്റർ ഉണ്ട്, അതുപോലെ AC മോട്ടർ, DC മോട്ടോഴ്സ് ഉണ്ട്. ഇപ്പം എന്താണ് AC ജനറേറ്റർ, എന്താണ് DC ജനറേറ്റർ എന്ന് നോക്കാം. നമുക്ക് മെക്കാനിക്കൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസസിനെ നമ്മൾ എന്തെന്ന് വിളിക്കാം, ജനറേറ്റർ എന്ന് വിളിക്കാം. അപ്പോൾ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട്, അതായത് വോൾട്ടേജ് എന്ന് പറയുന്നത് AC വോൾട്ടേജ് ആണെങ്കിൽ, അത് മെക്കാനിക്കൽ എനർജിയിൽ നിന്ന് AC ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ജനറേറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് AC ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റേഴ്സ് എന്ന് പറയും. അതേപോലെ മെക്കാനിക്കൽ എനർജിയിൽ നിന്ന് DC പവർ, DC ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ DC വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ജനറേറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് DC ജനറേറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് DC ജനറേറ്റേഴ്സ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് DC ജനറേറ്ററിൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വർക്കിംഗ് പ്രിൻസിപ്പിൾ, എന്താണ് DC ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് വാട്ട് ആർ ദ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു DC ജനറേറ്ററിൻ്റെ പാർട്സ്, അതാണ് നെക്സ്റ്റ് ടോപ്പിക്ക്. നെക്സ്റ്റ് വർക്കിംഗ് ഓഫ് DC ജനറേറ്റർ, എങ്ങനെയാണ് DC ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് DC ജനറേറ്റേഴ്സ്, ഏതൊക്കെ ടൈപ്പ് DC ജനറേറ്റേഴ്സ് ഉണ്ട്. ടൈപ്സ് ഓഫ് വൈൻഡിങ്, DC ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ യൂസ് ചെയ്യുന്ന വൈൻഡിങ്സ് ഏതൊക്കെയാണ്. ലോസസ് ആൻഡ് എഫിഷ്യൻസി, എന്തൊക്കെ ടൈപ്പ് ലോസസ് ഒരു DC ജനറേറ്ററിലുണ്ട്, എന്താണ് എഫിഷ്യൻസി, എങ്ങനെയാണ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത്. പിന്നെ ആർമേച്ചർ റിയാക്ഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DC ജനറേറ്റർ, ഇലക്ട്രിക്കൽ ക്യാര, മെക്കാനിക്കൽ ക്യാര, അതൊക്കെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. പിന്നെ ഇന്റേണൽ ക്യാര, എക്സ്റ്റേണൽ ക്യാര. നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് DC ജനറേറ്റേഴ്സ്, എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് DC ജനറേറ്റേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഇതാണ് നമ്മുടെ DC ജനറേറ്ററിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. വർക്കിംഗ് പ്രിൻസിപ്പിൾ, എന്താണ് DC ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ ഇവിടുത്തെ എന്താണ്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതായത് ഒരു ജനറേറ്ററിൻ്റെ, DC ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇപ്പം എന്താണ് ഫാരഡേസ് ലോ, നമ്മൾ ബേസിക് ഇലക്ട്രിക്കലിലെ ഇലക്ട്രോ മാഗ്നറ്റിക് സെക്ഷനിൽ പറഞ്ഞു. എന്താണ്, നമ്മുടെ കയ്യിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, നോർത്ത് പോൾ, സൗത്ത് പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ടാവും, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ഫ്ലക്സ് ഉണ്ടാവും. ഓക്കെ, ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ഫ്ലക്സിൽ നമ്മൾ എന്ത് വെക്കും, ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു കോയിൽ വെച്ച് കഴിഞ്ഞിട്ട് ആ കോയിലിന് നമ്മൾ എന്ത് ചെയ്യാണ്, എന്തോ ഒരു ഫോഴ്സ് ഉപയോഗിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, ഈ ഒരു കോയിലിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഈ കോയിൽ എന്തിനു കട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള ഫ്ലക്സിനെ, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ എന്ത് ചെയ്യും, കട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫാരഡേസ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്, ഒരു കോയിലിലേക്ക് ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഫ്ലക്സിൽ റേറ്റ് ഓഫ് ഫ്ലക്സിൽ ചേഞ്ച് സംഭവിച്ചാൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഫാരഡേസ് ലോ പറയുന്നത്. ഇതേപോലെ ഇവിടെ എന്ത് ചെയ്യും, ഒരു കോയിൽ നമ്മുടെ ഫ്ലക്സിന് എന്ത് ചെയ്യും, കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ കോയിലിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് എന്ത്, ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇപ്പം എന്താണ് ഫാരഡേസ് ലോ, നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിസത്തിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട് ഫാരഡേസ് ലോ എന്താണെന്നുള്ളത്. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എന്താണ്, വെൻ എ കണ്ടക്ടർ മൂവ്സ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ മൂവ് ചെയ്താൽ ഇറ്റ് കട്ട്സ് ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സിന് അത് എന്ത് ചെയ്യും, കട്ട് ചെയ്യും. മാഗ്നറ്റിക് ഫ്ലക്സിന് അത് കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, വിച്ച് ഇൻഡ്യൂസസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഓർ EMF ഇൻ ദ കണ്ടക്ടർ. അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കോയിൽ അല്ലെങ്കിൽ കണ്ടക്ടർ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു
ഇ എം എഫ് എന്ത് ചെയ്യും പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ കണ്ടക്ടറിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഓർ ഇ എം എഫ് എന്ത് ചെയ്യും പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ആര് പറയുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത്. ഇനി സെക്കൻഡ് ലോ എന്താണ്? ഫസ്റ്റ് ലോ നമ്മൾ പറഞ്ഞു ഇ എം എഫ് ഉണ്ടാവും എന്ന് പറഞ്ഞു. സെക്കൻഡ് ലോ എന്താ തന്നെ ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കണ്ടക്ടർ. അതായത് നമ്മുടെ കണ്ടക്ടർ ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിന് എന്ത് ചെയ്യും ഡിപ്പെൻഡ് ചെയ്യും. ദാറ്റ് ഈസ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് വെച്ചാൽ ഡി ബൈ ഡി ടി ഓഫ് ഫ്ലക്സ്. ഫ്ലക്സ് എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് ഫൈ ആണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ഇതാണ് ഫാരഡേസ് സെക്കൻഡ് ലോ. അപ്പോൾ ഒരു ഡി സി ജനറേറ്റർ അല്ലെങ്കിൽ ഒരു ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ദാറ്റ് ഈസ് വെൻ എ കണ്ടക്ടർ മൂവ്സ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് കട്ട്സ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വിച്ച് ഇൻഡ്യൂസസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഇൻ ദ കണ്ടക്ടർ. സെക്കൻഡ് ലോ പറയുന്നത് എന്താ? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കണ്ടക്ടർ. ഓക്കെ, ഇതാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡി സി ജനറേറ്റർ. ഇനി നമുക്ക് എങ്ങോട്ടേക്ക് പോകാം? ഡയറക്റ്റ് കൺസ്ട്രക്ഷൻ ഓഫ് ഡി സി ജനറേറ്റർ. എന്തൊക്കെയാണ് ഡി സി ജനറേറ്ററിൻ്റെ പാർട്സ്? ഇപ്പോൾ കൺസ്ട്രക്ഷൻ പാർട്ട് നോക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ആ പാർട്ട് കൺസ്ട്രക്ഷനിൽ വരുന്ന പാർട്ട് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്. ഇത് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നതാണ് യോക്ക്. ഫസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ പോവാണ് യോക്ക് ഓർ ഫ്രെയിം. ഓക്കെ, യോക്ക് ഓർ ഫ്രെയിം എന്ന് പറഞ്ഞാൽ, ഫ്രെയിം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ എന്തോ സാധനത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗത്തിനാണ് ഫ്രെയിം എന്ന് വിളിക്കുക. അതേപോലെ ഡി സി ജനറേറ്ററിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് പോർഷൻ, അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ കാണുന്ന പോലെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് പോർഷൻ, ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഫ്രെയിം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡി സി ജനറേറ്ററിൻ്റെ ഔട്ടർ മോസ്റ്റ് പോർഷനാണ് എന്ത് യോക്ക് ഓർ ഫ്രെയിം. ഓക്കെ, യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാ? സ്മോൾ മെഷീൻസ്, ചെറിയ ഡി സി ജനറേറ്റേഴ്സിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ യോക്ക് ഉപയോഗിച്ചിട്ട് മെറ്റീരിയൽ കാസ്റ്റ് അയൺ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് എന്താക്കുന്നത് യോക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. യോക്ക് ഈസ് മേഡപ്പ് ഓഫ് കാസ്റ്റ് അയൺ ഫോർ സ്മോൾ മെഷീൻസ്. അതേപോലെ ലാർജ് മെഷീൻസ്, ലാർജ് റേറ്റിംഗ് ഉള്ള മെഷീൻസിലൊക്കെ ആണെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ ഓർ റോൾഡ് സ്റ്റീൽ, കാസ്റ്റ് സ്റ്റീൽ ഓർ റോൾഡ് സ്റ്റീൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ദ യോക്ക് അല്ലെങ്കിൽ കൺസ്ട്രക്ടിങ് ദ യോക്ക്. ഓക്കെ, ഇനി യോക്കിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സപ്പോർട്ട്. ഏറ്റവും പുറമേയുള്ള ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പാർട്സിനെ എന്ത് ചെയ്യും പ്രൊട്ടക്ട് ചെയ്തിട്ട് മെക്കാനിക്കൽ സപ്പോർട്ട്, അതായത് നമ്മുടെ ഫീൽഡ് പോൾസ് ഒക്കെ ഇനി വരാനുണ്ട്. ആ ഫീൽഡ് പോളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നതിലേക്കാണ്, യോക്കിലേക്കാണ്. ഈ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മുടെ ഫീൽഡ് പോൾസ്. 4 പോൾസാണ് ഉള്ളത്. ഒന്ന് സെക്കൻഡ് പോള്, തേർഡ് പോള്, ഫോർത്ത് പോൾ, 4 പോൾസ് ഉണ്ട്. പിന്നെ ഇന്റർ പോൾസ് ഉണ്ട്, 4 ഇന്റർ പോൾസ് ഉണ്ട്. ഇന്റർ പോൾസ് എന്താണെന്നൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ, 4 ഇന്റർ പോൾസ് ഉണ്ട്. ആ യോക്ക്, അതുപോലെ ഫീൽഡ്, ഇന്റർ പോൾസ്, ഇന്റർ പോൾസ് ഒക്കെ നമ്മുടെ മെഷീനിൽ ഫിക്സ് ചെയ്തേക്കുന്ന ഇവിടത്തേക്കാണ്, യോക്കിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഫിക്സ് ചെയ്യുന്നത്. അതായത് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആരുടെ ഫംഗ്ഷൻ? യോക്കിൻ്റെ അല്ലെങ്കിൽ ഫ്രെയിമിൻ്റെ ഫംഗ്ഷൻ. ആൻഡ് രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താ? ക്യാരീസ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഒരു പാത്തായിട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? യോക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ യോക്ക് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതായിരുന്നു? കാസ്റ്റ്. സ്മോളർ മെഷീൻസിലാണെങ്കിൽ കാസ്റ്റ് അയൺ, ലാർജ് മെഷീൻസിലാണെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ ഓർ റോൾഡ് സ്റ്റീൽ മെറ്റീരിയലാണ് യോക്കിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതാണ് യോക്കിന്. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് ഫീൽഡ് അല്ലെങ്കിൽ പോൾ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫാരഡേസ് ലോ പ്രകാരം ഒരു ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടിയത്? ഒരു ഫീൽഡ് വേണം, പിന്നെ ഒരു കോയിലും വേണം. ഓക്കെ, അപ്പോൾ ഫീൽഡ് സെക്ഷനെ വിളിക്കുന്ന പേരാണ് പോൾ. അപ്പോൾ മാഗ്നറ്റിക് പോൾസ് ആണ്. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. അതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും? ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫ്ലക്സിലേക്കാണ് ഇടയിലാണ് നമ്മൾ എന്ത് വെക്കുന്നത്? കോയിൽ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാർട്ട് എന്താണ്? പോളാണ്. ഓക്കെ, പോളിന് രണ്ട് മെറ്റീരിയൽസ് ആണ് പോളിലുള്ളത്. ഒന്ന് പോൾ കോർ, രണ്ടാമത്തെ പോൾ വൈൻഡിങ് അല്ലെങ്കിൽ ഫീൽഡ് കോർ ഓർ ഫീൽഡ് വൈൻഡിങ് എന്ന് പറയും. ഓക്കെ, ഫീൽഡ് കോർ എന്ന് പറഞ്ഞാൽ എന്താ, പോൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? സെയിം ആണ്. അപ്പോൾ പോൾ കോർ ഓർ പോൾ വൈൻഡിങ് അല്ലെങ്കിൽ ഫീൽഡ് കോർ ഓർ ഫീൽഡ് വൈൻഡിങ്. അപ്പോൾ ഇതാണ് പോൾ കോർ. ഇതൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പോൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഫിക്സ് ചെയ്തേക്കുന്നത് ഇവിടെ യോക്കിലേക്കാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് ലാമിനേറ്റഡ് കാസ്റ്റ് അയൺ ഓർ കാസ്റ്റ് സ്റ്റീൽ. യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ലാമിനേറ്റഡ് കാസ്റ്റ് അയൺ ഓർ കാസ്റ്റ് സ്റ്റീൽ. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ടേം നമുക്കറിയാതെ എന്താണ്? ലാമിനേറ്റഡ്. എന്താണ് ലാമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ? ലാമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ ഫിഗർ നോക്കുക. അതായത് നമ്മുടെ ഇതാണ് പോൾ എന്ന് പറയുന്നത്.
ആ പോൾ എന്ന് പറയുന്നതല്ലോ ഇത് ഒരു മൊത്തം ഒറ്റ മെറ്റീരിയൽ അല്ല, ഇത് ഓരോന്നും ഓരോ ഷീറ്റാണ്. ഒരു ഫിഗറിൽ കാണുന്നുണ്ടാവും, ഓരോന്നും ഓരോ ഷീറ്റാണ്. അങ്ങനെ ഷീറ്റായിട്ട് വെക്കുന്നതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാമിനേഷൻസ് എന്ന് പറയും. ഓരോ ഷീറ്റിനെയും ഓരോ ലാമിനേഷൻ എന്ന് പറയും. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഷീറ്റ് ആക്കുന്നത്? അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഷീറ്റ് ആക്കുന്നതാണ് എഡ്ഡി കറണ്ട് ലോസിനെ കുറക്കാൻ വേണ്ടിയിട്ടാണ് ലാമിനേഷൻ ചെയ്തേക്കുന്നത്. എഡ്ഡി കറണ്ട് ലോസിനെ കുറക്കണം. അപ്പോൾ എന്താണ് എഡ്ഡി കറണ്ട് ലോസ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വന്ന ഫീൽഡ് സെക്ഷനാണ് ഇപ്പോൾ പറയുന്നത്, പോൾ സെക്ഷനാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ പോൾ കോറാണ് പറയുന്നത്. പോൾ കോർ എന്ന് വെച്ചാൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്? ലാമിനേറ്റഡ് കാസ്റ്റ് അയൺ ഓർ കാസ്റ്റ് സ്റ്റീൽ. ലാമിനേറ്റഡ് കാസ്റ്റ് അയൺ ഓർ കാസ്റ്റ് സ്റ്റീൽ എന്ന് വെച്ചാൽ പോൾ കോർ എന്ന് പറഞ്ഞത് ഇസ് മേഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ലാമിനേഷൻസ് ആണ്. ഇപ്പം എന്താണ് ലാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞു ഓരോ ഷീറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ ഷീറ്റ്സിനാണ് ലാമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ലാമിനേഷൻ ചെയ്യുന്നത്? എഡ്ഡി കറണ്ട് ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്താണ് എഡ്ഡി കറണ്ട് ലോസ് എന്നത് ക്വസ്റ്റ്യൻ വന്നു അല്ലേ? എന്താണ് എഡ്ഡി കറണ്ട് ലോസ് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഒരു കോയിൽ വെക്കുന്നു. കോയിൽ വെറുതെ കോയിൽ വെക്കില്ല, അതൊരു കോറിൻ്റെ പുറത്താണ് എന്തുള്ളത്? കോയിലുള്ളത്. അപ്പോൾ ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യും. നമ്മുടെ കോർ മെറ്റീരിയൽ എന്തായിരിക്കും? ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഫ്ലക്സ് ഇവിടെ ഉണ്ട്. കോയിലിനെ മീൻസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നു അവിടെ ഒരു EMF ഉണ്ടാകുന്നത്. എവിടെയാണ് EMF ഉണ്ടാകുന്നത്? കോയിലിലാണ് EMF ഉണ്ടാവേണ്ടത് ആക്ച്വലി. പക്ഷേ നമ്മുടെ കോർ മെറ്റീരിയലും മാഗ്നറ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? കോർ മെറ്റീരിയലിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു EMF അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാവും. ഓക്കെ, വൈൻഡിങ്ങിലുള്ള കറണ്ടും ഉണ്ട്, അല്ലെങ്കിൽ EMF ഉണ്ട്. അതേപോലെ കോറിൽ എന്തുണ്ടാവും? ഒരു EMF ഉണ്ടാവും. അപ്പോൾ ആ EMF കാരണം എന്തുണ്ടാവും? ഒരു കറണ്ട് ഉണ്ടാവും. അത് നമുക്ക് ആക്ച്വലി കറണ്ട് വേണ്ടത് അല്ലെങ്കിൽ EMF വേണ്ടത് എവിടെയാണ്? വൈൻഡിങ്ങിലാണ് വേണ്ടത്. പക്ഷേ കോർ മെറ്റീരിയലിൽ എന്തുണ്ടാവും? ഒരു EMF ഓർ കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എഡ്ഡി കറണ്ട് എന്ന് പറയും. ഓക്കെ, കോറിലുണ്ടാവുന്ന കറണ്ടാണ് എഡ്ഡി കറണ്ട്. ഓക്കെ, അതായത് വൈൻഡിങ് ഫ്ലക്സിനെ കട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ കോർ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോറിൽ എന്തുണ്ടാവും? ഒരു EMF ഉണ്ടാവും. ആ EMF കാരണം ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എഡ്ഡി കറണ്ട് എന്ന് വിളിക്കുന്നത്. പക്ഷേ ആക്ച്വലി എഡ്ഡി കറണ്ട് എന്താണ്? അതൊരു ലോസ് ആണ്. എഡ്ഡി കറണ്ട് ഒരു ലോസ് ആയിട്ട് മാറും. ചുമ്മാ വെറുതെ ഹീറ്റായി പോകുന്ന ഒരു ലോസ് ആണ്. ആ ലോസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എഡ്ഡി കറണ്ട് ലോസ്. അതായത് നമ്മുടെ മെഷീനിൽ അത് എന്ത് ചെയ്യുന്നില്ല, ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വർക്കും ചെയ്യുന്നില്ല, അത് ലോസായി വേണ്ടി പോവാണ്. ഓക്കെ, ആ ലോസിനെ വിളിക്കുന്ന പേരാണ് എഡ്ഡി കറണ്ട് ലോസ്. അപ്പോൾ എഡ്ഡി കറണ്ട് ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോഴ്സിനെ ലാമിനേറ്റ് അല്ലെങ്കിൽ ഓരോ ഷീറ്റായി വെച്ചേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് കുറക്കുക? നമുക്കറിയാം ഒരു ഫുൾ മെറ്റീരിയൽ ആണെന്ന് വിചാരിക്കുക. ഇത് ലാമിനേറ്റഡ് അല്ല, ഫുൾ മെറ്റീരിയലാണ്. അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യും? എഡ്ഡി കറണ്ട് ലോസ് എന്ന് പറഞ്ഞാൽ ഫുൾ മെറ്റീരിയലിൽ ഈവൺ ആയിട്ട് എന്തുണ്ടാവും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഫുൾ മെറ്റീരിയലിൽ എന്തുണ്ടാവും? എഡ്ഡി കറണ്ട് ലോസ് വരും. ഇനി അങ്ങനെയല്ല, നമ്മൾ ഷീറ്റായിട്ടാണ് വെച്ചെന്ന് വിചാരിക്കാം. ഓരോ ഷീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു ഷീറ്റ്, ഇതൊരു ഷീറ്റ്, അപ്പോൾ അങ്ങനെ കുറേ ഷീറ്റായിട്ട് വെച്ചെന്ന് വിചാരിക്കാം. ഓരോ ഷീറ്റിൻ്റെ ഇടയിൽ എന്തുണ്ടാവും? വാർണിഷ് ഇൻസുലേഷൻസ് ഉണ്ടാവും. ഓരോ ഷീറ്റും പരസ്പരം കണക്റ്റഡ് ആയിരിക്കില്ല. അതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും? വാർണിഷ് വെച്ച് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആദ്യത്തെ ഷീറ്റിലുള്ള എഡ്ഡി കറണ്ട് എന്ത് ചെയ്യില്ല, രണ്ടാമത്തെ ഷീറ്റിലുള്ള എഡ്ഡി കറണ്ട് ആയിട്ട് എന്ത് ചെയ്യില്ല, ആഡ് ചെയ്യില്ല. കാരണം അതിൻ്റെ അടുക്ക് എന്തുണ്ട്? ഇൻസുലേഷൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ഷീറ്റിലെ എഡ്ഡി കറണ്ട് എന്തായിരിക്കും? ഇൻഡിപെൻഡൻ്റ്, അടുത്തതിലേക്ക് എന്ത് ചെയ്യില്ല, ആഡ് ചെയ്ത് പോകില്ല. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എഡ്ഡി കറണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അങ്ങനെ എഡ്ഡി കറണ്ട് ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോൾ കോർസ് അല്ലെങ്കിൽ കോർ മെറ്റീരിയൽ എന്താ ചെയ്തിരിക്കുന്നത്? ലാമിനേഷൻസ് അല്ലെങ്കിൽ ഓരോ ഷീറ്റായിട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പോൾ കോർ ഇറ്റ്സ് മേഡ് അപ്പ് ഓഫ് ലാമിനേറ്റഡ് കാസ്റ്റ് അയൺ ഓർ കാസ്റ്റ് സ്റ്റീൽ. ഓക്കെ, ഇൻ മോഡേൺ മെഷീൻസ് തിൻ ലാമിനേഷൻ ഓഫ് അൺനെയിൽഡ് സ്റ്റീൽ ഈസ് യൂസ്ഡ്. തിൻ ലാമിനേഷൻ ഓഫ് അൺനെയിൽഡ് സ്റ്റീൽ മെറ്റീരിയൽ എന്തുണ്ട്? പോൾ കോറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ തിക്നെസ് ഓഫ് ലാമിനേഷൻസ് നമ്മുടെ ഓരോ ഷീറ്റായിട്ട് വെക്കുന്നു എന്ന് പറഞ്ഞു. ആ ഓരോ ഷീറ്റിൻ്റെയും തിക്നെസ് വന്ന് എത്രയാണ്? 0.25 to 1 mm. 0.25 to 1 mm ആണ് ഓരോ ഷീറ്റിൻ്റെയും ലാമിനേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് എന്താ? പോൾ ഷൂ, നെക്സ്റ്റ് പാർട്ട്. അതായത് പോൾ കോർ എന്ന് പറയുന്നതാണ്. ഇതാണ് നമ്മൾ ഫീൽഡ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. മാഗ്നറ്റ് ഷേപ്പ് നമ്മൾ നോക്കാം, രണ്ട് പാർട്ടായിട്ടുള്ളത്. ഒന്ന് ഈ ടോപ്പിലുള്ള ഈ ഒരു പാർട്ട് കോറ്, താഴെയുള്ള പാർട്ടിന് എന്ത്? ഷൂ എന്ന് പറയാം. ഓക്കെ, ഷൂവിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് സ്പ്രെഡ്സ് ഔട്ട് ദ ഫ്ലക്സ് ഇൻ ദ എയർ ഗ്യാപ്പ്. അതായത് നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് യൂണിഫോം ആയിട്ട് എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യലാണ് ആരുടെ ഫംഗ്ഷൻ? പോൾ ഷൂവിൻ്റെ ഫംഗ്ഷൻ. ഇറ്റ് സ്പ്രെഡ് ഔട്ട് ദ ഫ്ലക്സ് ഇൻ ദ എയർ ഗ്യാപ്പ്. നെക്സ്റ്റ്, ബീങ് ലാർജ് ക്രോസ് സെക്ഷൻ ഇറ്റ് റെഡ്യൂസസ് ദ റിലക്റ്റൻസ് ഓഫ് ദ മാഗ്നറ്റിക് പാത്ത്. ഓക്കെ, അതായത് പോൾ ഷൂവിൻ്റെ ഏരിയ എന്തായിരിക്കും? ലാർജ് ഏരിയ ആയിരിക്കും. ലാർജ് ഏരിയ ആണെങ്കിൽ റിലക്റ്റൻസ് എന്തായിരിക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. റിലക്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ.
ഓക്കെ. അപ്പോൾ ഏരിയ കൂടിയാൽ റിലക്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. റിലക്റ്റൻസ് എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന സാധനമാണ് എന്ത്? റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റിലക്റ്റൻസ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്ലക്സ് കൂടും. അത് ആ മെറ്റീരിയലിൽ കൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഫ്ലക്സ് കൂട്ടാൻ വേണ്ടി നമ്മുടെ ഏരിയ എന്തായിരിക്കും? ലാർജ് ക്രോസ് സെക്ഷൻ ആയിരിക്കും. ഇറ്റ് റെഡ്യൂസസ് ദ റിലക്റ്റൻസ് ഓഫ് ദ മാഗ്നറ്റിക് പാത്ത്. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ റിലക്റ്റൻസ് കുറവായതുകൊണ്ട് ഫ്ലക്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് അടുത്ത ഫംഗ്ഷൻ എന്താ? ഇറ്റ് സപ്പോർട്ട്സ് ദ എക്സൈറ്റിംഗ് കോയിൽ അല്ലെങ്കിൽ ഫീൽഡ് കോയിൽ. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഫീൽഡ് വൈൻഡിങ് ആണ്. ആ വൈൻഡിങ് സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? എവിടെയാണുള്ളത്? പോൾ സെക്ഷനിലാണ് എന്തുള്ളത്? എക്സൈറ്റിംഗ് കോയിലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എക്സൈറ്റിംഗ് കോയിൽ? പുതിയൊരു ടേം ഒന്ന്, എക്സൈറ്റിംഗ് അല്ലെങ്കിൽ എക്സൈറ്റേഷൻ. എന്താണ് എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഇതൊക്കെ എന്താണ്? ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് അല്ലേ? അപ്പോൾ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്താ? രണ്ട് ടൈപ്പ് മാഗ്നറ്റ്സ് ആണുള്ളത്, പെർമനന്റ് മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റും. പെർമനന്റ് മാഗ്നറ്റ് എന്താണ്? ഓൾറെഡി അത് മാഗ്നറ്റ് ആണ്. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റ് വെച്ചാൽ എന്താ? നമ്മൾ അതിലേക്ക് സപ്ലൈ കൊടുത്താൽ മാത്രമേ എന്താവുള്ളൂ? അത് മാഗ്നറ്റ് ആയിട്ട് മാറുള്ളൂ. ഓക്കെ. നമ്മൾ സപ്ലൈ കൊടുത്താൽ അത് മാഗ്നറ്റ് ആയിട്ട് മാറുള്ളൂ. ആ സപ്ലൈ കൊടുക്കുന്ന പ്രോസസ്സ്, അതായത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിനെ മാഗ്നറ്റ് ആക്കാൻ വേണ്ടി സപ്ലൈ കൊടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സൈറ്റേഷൻ. ഓക്കെ. അപ്പോൾ എക്സൈറ്റേഷന് വേണ്ടി നമ്മൾ എന്താണ്? വൈൻഡിങ് ഉണ്ട്. അതിനാണ് ഫീൽഡ് വൈൻഡിങ് എന്ന് വിളിക്കുക. അപ്പോൾ ഫീൽഡ് വൈൻഡിങ് അക്കോമഡേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? പോളിലാണ് എന്ത് ചെയ്തത്? ഫീൽഡ് വൈൻഡിങ് കൊടുത്തേക്കുന്നത്. ഓക്കെ. പെർമനന്റ് മാഗ്നറ്റ് ആണെങ്കിൽ എന്ത് വേണ്ട? നമുക്ക് എക്സൈറ്റേഷൻ കൊടുക്കേണ്ട കാര്യമല്ല, ഓൾറെഡി അതെന്താണ്? മാഗ്നറ്റ് ആണ്. ഓക്കെ. ഇത്രയാണ് എന്ത്? പോളിനെ കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത് പോൾ. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് യോക്ക്, രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് പോളാണ്. പോൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ലാമിനേറ്റഡ് കാസ്റ്റ് അയൺ ഓർ കാസ്റ്റ് സ്റ്റീൽ. തിക്നെസ് ഓഫ് ലാമിനേഷൻ 0.25 to 1 mm. ഇനി പോൾ ഷൂസിന്റെ ഫംഗ്ഷൻ എന്താ? സ്പ്രെഡ് ഔട്ട് ദ ഫ്ലക്സ് ഇൻ ദ എയർ ഗ്യാപ്പ്. ഇനി ലാമിനേഷൻ ചെയ്യാനുള്ള കാരണം എന്താ? ടു റെഡ്യൂസ് ദ എഡി കറന്റ് ലോസ്. ഓക്കെ. പോൾ ഷൂസിന്റെ ഏരിയസ് കൂടുതലായിരിക്കും. ഏരിയ കൂടുതലായതുകൊണ്ട് റിലക്റ്റൻസ് കുറവായിരിക്കും. ഫ്ലക്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് പാർട്ട് പോൾ കോയിൽ അല്ലെങ്കിൽ ഫീൽഡ് വൈൻഡിങ്. ഫീൽഡ് വൈൻഡിങ് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മളിപ്പോൾ പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് സെക്ഷനാണ്. അതിൽ കൊടുക്കുന്ന വൈൻഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫീൽഡ് വൈൻഡിങ് ഓർ പോൾ കോയിൽ. ഇപ്പം എന്തിനാണ് വൈൻഡിങ് കൊടുക്കുന്നത്? നമുക്കറിയാം മാഗ്നറ്റ്, ഇലക്ട്രോ മാഗ്നറ്റിനെ അല്ലെങ്കിൽ പോളിനെ മാഗ്നറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? സപ്ലൈ കൊടുക്കണം. സപ്ലൈ കൊടുക്കുന്നെങ്കിൽ എന്ത് വഴിയാണ് കൊടുക്കുന്നത്? ഫീൽഡ് വൈൻഡിങ് വെച്ചിട്ടാണ് സപ്ലൈ കൊടുക്കുന്നത്. യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനാമൽഡ് കോപ്പർ കോയിൽ. ഓക്കെ. ഇതാണ് നമ്മുടെ ഫീൽഡ് വൈൻഡിങ്. ഓക്കെ. ഈ ഫിഗറിൽ ഇവിടെ രണ്ട് സൈഡിലും ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഫീൽഡ് വൈൻഡിങ് അല്ലെങ്കിൽ പോൾ കോയിൽ. ഓക്കെ. യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്? കൺസിസ്റ്റ് ഓഫ് ഇനാമൽഡ് കോപ്പർ കോയിൽ. ഇനാമൽഡ് കോപ്പർ കോയിൽ യൂഷ്വലി ഫിനിഷ്ഡ് ഓഫ് വിത്ത് ആൻ ഇൻസുലേറ്റിംഗ് വാർണിഷ്. ഇൻസുലേഷന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്തിട്ടുണ്ടാവും? വാർണിഷും കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് എന്ത്? ഫീൽഡ് വൈൻഡിങ്. ഫംഗ്ഷൻ എന്താ? എക്സൈറ്റേഷൻ ഓഫ് ദ ഫീൽഡ്. ഫീൽഡിനെ എക്സൈറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഫീൽഡിന് സപ്ലൈ കൊടുത്തിട്ട് മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഫീൽഡ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് പാർട്ട്. നേരത്തെ പറഞ്ഞ എന്തൊക്കെയാണ് വേണ്ടത്? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫാരഡേസ് ലോ പ്രകാരം ഒരു EMF ഉണ്ടാക്കുകയാണെങ്കിൽ എന്തൊക്കെ വേണം? ഒരു ഫീൽഡും വേണം, മാഗ്നറ്റിക് ഫീൽഡും വേണം, ഒരു കോയിൽ അല്ലെങ്കിൽ കണ്ടക്ടർ വേണം. അപ്പോൾ ഫീൽഡ് സെക്ഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്താണ്? പോൾ, പോൾ കോറ്, പോൾ ഷൂ, പോൾ വൈൻഡിങ്. ഇനി നെക്സ്റ്റ് അതാണ് കോയിൽ അല്ലെങ്കിൽ കണ്ടക്ടറിന്റെ സെക്ഷനാണ്. ആ കോയിൽ അല്ലെങ്കിൽ കണ്ടക്ടർ സെക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആർമേച്ചർ. അല്ലെങ്കിൽ ഒരു ജനറേറ്റർ, DC ജനറേറ്ററിൽ മൂവിങ് ആയിട്ട് റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള പാർട്ടിന് വിളിക്കുന്ന പേരാണ് എന്ത്? ആർമേച്ചർ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയുക? ഇതിനെ റോട്ടർ എന്നും കൂടി പറയാം. ഓക്കെ. റൊട്ടേറ്റിംഗ് പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? ആർമേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ. ആർമേച്ചർ കോർ. ആർമേച്ചർ കോറും എന്താണ്? ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഇതാണ് ആർമേച്ചർ കോറ്. ആ കോറിലേക്കാണ് എന്ത് കൊടുത്തേക്കുന്നത്? നമ്മൾ വൈൻഡിങ് കൊടുത്തേക്കുന്നത്. ആർമേച്ചർ വൈൻഡിങ് കൊടുത്തേക്കുന്നത് ആർമേച്ചർ കോറിലാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? ഇറ്റ് ഹൗസസ് ദ ആർമേച്ചർ കണ്ടക്ടർ. ആർമേച്ചർ കണ്ടക്ടറിനെ അക്കോമഡേറ്റ് ചെയ്യുക. അത് ചുറ്റിയേക്കുന്നത് എവിടെയാണ്? ആർമേച്ചർ കോറിലാണ്. നെക്സ്റ്റ് ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഈസി പാത്ത് ഫോർ ദ മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഈസി പാത്ത് ഫോർ ദ മാഗ്നറ്റിക് ഫ്ലക്സ്. യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് സിലിക്കൺ സ്റ്റീൽ. ആർമേച്ചർ കോറിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണ്? സിലിക്കൺ സ്റ്റീൽ മെറ്റീരിയൽ. ഇതും നമ്മൾ നേരത്തെ പോൾ കോർ പറഞ്ഞതുപോലെ ഇതും തന്നെയാണ് ലാമിനേറ്റഡ് വിത്ത് സ്റ്റാമ്പിംഗ് ഓഫ് അബൌട്ട് 0.3 to 0.5 mm തിക്നെസ്. ഇതും എങ്ങനെയാണ് വെച്ചത്? ഓരോ ഷീറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓരോന്നും ഓരോ ഷീറ്റ്സ് ആണ്. ആ ഷീറ്റ് എന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ലാമിനേഷൻസ്. ആർമേച്ചർ കോർ ഈസ് ലാമിനേറ്റഡ് വിത്ത് സ്റ്റാമ്പിംഗ് ഓഫ് അബൌട്ട് 0.3 to 0.5 mm തിക്നെസ്. ഓരോ തിക്നെസ്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് 0.3 മുതൽ 0.5 mm തിക്നെസ് ആയിരിക്കും. ഇവിടെ ലാമിനേഷൻ ചെയ്യുന്നത് വേണ്ടിയിട്ടാണ് എഡി കറണ്ട് ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ലാമിനേഷൻ ചെയ്യുന്നത്.
ഈച്ച് ലാമിനേഷൻ ഈസ് ഇൻസുലേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ എ കോട്ടിംഗ് ഓഫ് വാർണിഷ്. നേരത്തെ പറഞ്ഞു ഓരോ ലാമിനേഷൻസും തൊട്ടടുത്ത ലാമിനേഷന് ഇത് കണക്ഷൻ വരാതിരിക്കാൻ വേണ്ടി എന്ത് ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ടാവും ബൈ എ കോട്ടിംഗ് ഓഫ് വാർണിഷ്. ഓക്കെ, ഇതിങ്ങനെ ചെയ്യുന്നത് വേണ്ടിയിട്ടാണ്. ലാമിനേഷൻ ചെയ്തിട്ട് കോട്ടിംഗ് കൊടുക്കുന്നത് എഡ്ഡി കറണ്ട് ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ആർമേച്ചർ കോർ. ഓക്കെ, നെക്സ്റ്റ് ആർമേച്ചർ വൈൻഡിങ്. ഓക്കെ, ആർമേച്ചർ കോറിലാണ് എന്ത് ചുറ്റിയിട്ടുണ്ടാവുക? ആർമേച്ചർ വൈൻഡിങ് ചുറ്റിയിട്ടുണ്ടാവുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എനാമൽഡ് കോപ്പർ കോയിൽ. ഓക്കെ, കോപ്പർ കോയിലാണ് എന്ത് ആർമേച്ചർ വൈൻഡിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആർമേച്ചർ കോറ് ഷാഫ്റ്റ് വഴി നമ്മുടെ ഏതാണോ മെക്കാനിക്കൽ ഡിവൈസ് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ടർബൈൻ, ഏത് ടർബൈനാണ് യൂസ് ചെയ്യുന്നത് ആ ടർബൈനിലേക്ക് ഇത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആര് റൊട്ടേറ്റ് ചെയ്യും? ഈ ആർമേച്ചർ കോർ റൊട്ടേറ്റ് ചെയ്യും. ആർമേച്ചർ കോർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആർമേച്ചർ വൈൻഡിങ് റൊട്ടേറ്റ് ചെയ്യും. ആർമേച്ചർ വൈൻഡിങ് ഫ്ലെക്സിന് എന്ത് ചെയ്യും? കട്ട് ചെയ്യും. ഫ്ലെക്സിനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് കൺസ്ട്രക്ഷൻ ഓഫ് DC ജനറേറ്റർ. ഇനി നെക്സ്റ്റ് കുറച്ച് പാർട്സും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നോക്കാം. കമ്മ്യൂട്ടേറ്റർ. എന്താണ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ? കമ്മ്യൂട്ടേറ്റർ പറയുന്നേക്കാൾ മുമ്പ് ജസ്റ്റ് DC ജനറേറ്ററിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, നോർത്ത് പോള്, സൗത്ത് പോള്. ഇവിടെ എന്തുണ്ട്? മാഗ്നറ്റിക് ഫ്ലക്സ് പാസ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എന്ത് വെക്കുന്നു? കണ്ടക്ടർ വെക്കുന്നു. ഓക്കെ, ഈ കണ്ടക്ടർ നമ്മൾ ഏതെങ്കിലും ഒരു ടർബൈൻ, ഇനി ടർബൈൻ ഏതായിക്കോട്ടെ, ഹൈഡ്രോ ഇലക്ട്രിക് ആയിക്കോട്ടെ, സ്റ്റീം ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, ഇനി എൻജിൻ, ടർബൈൻ വെച്ചിട്ട് എന്ത് ചെയ്യും? ഈ കോയിലിനെ അതുപോലെ കണ്ടക്ടർ ആർമേച്ചറിന് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഫ്ലക്സിനെ കട്ട് ചെയ്യും. ഫ്ലക്സിന് കട്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഫാരഡേസ് ലോ പ്രകാരം EMF പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സൈക്കിൾ, ഒരു റൊട്ടേഷൻ, നമ്മുടെ ഈ കോയിൽ അല്ലെങ്കിൽ ആർമേച്ചർ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. ഓക്കെ, ഒരു റൊട്ടേഷൻ എത്രയാണ്? 0 to 360 ഡിഗ്രിയാണ് ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 0. തൽക്കാലം നമ്മൾ 90 ഡിഗ്രി എടുക്കുന്നു. ഇത് 90. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 180, നെക്സ്റ്റ് 270, നെക്സ്റ്റ് 360. അപ്പോൾ 0 മുതൽ 360 വരെ ഒരു സൈക്കിളായില്ലേ? ഓക്കെ, ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിളാണ്. അപ്പോൾ ആദ്യത്തെ കേസ് 0 ഡിഗ്രി. 0 ഡിഗ്രി എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് എന്താ? ഈ ഡിഗ്രി എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ ആർമേച്ചറിൻ്റെ കോയിലിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ ഫീൽഡ് കോയിലിൻ്റെ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് വെച്ചാൽ ആർമേച്ചർ കോയിൽ, നമ്മുടെ ആർമേച്ചർ കോയിൽ അല്ലെങ്കിൽ കണ്ടക്ടർ ഫ്ലക്സ് കോയിലിന് അല്ലെങ്കിൽ ഫ്ലക്സിന് പാരലായിട്ട് വന്നാൽ, ആർമേച്ചർ കോയിലിനും ഫ്ലക്സിനും പാരലായിട്ട് വന്നാൽ അവിടുത്തെ ആംഗിൾ എത്രയാണ് വരിക? 0 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ആർമേച്ചർ കോയിൽ നമ്മുടെ ഫ്ലക്സിൻ്റെ ആക്സിസിന് പാരലായിട്ട് വന്നാൽ 0 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പാരലായിട്ട് വന്നാൽ അവിടെ ഉണ്ടാകുന്ന EMF എത്രയായിരിക്കും? 0 ആയിരിക്കും. അല്ലെങ്കിൽ അവിടെ എത്ര ഫ്ലക്സ് ലിങ്ക് ചെയ്യും? 0 ഫ്ലക്സ് ആണ് എന്ത് ചെയ്യുന്നത്? ലിങ്ക് ചെയ്യുന്നത്. ഫ്ലക്സ് ലിങ്കേജ് 0 ആയതുകൊണ്ട് തന്നെ, എന്ന് വെച്ചാൽ d∅dt 0 ആയതുകൊണ്ട് തന്നെ EMF എത്രയായിരിക്കും? 0 ആയിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചാൽ, എന്ന് വെച്ചാൽ 90 ഡിഗ്രി ആയിട്ട് വെച്ചാൽ EMF എന്തായിരിക്കും? EMF എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇലക്ട്രോ മാഗ്നറ്റിസം പറയുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് കേസ് എന്താണ്? പാരലായിട്ട് വെക്കുന്ന കേസ് നോക്കുന്നു. അപ്പോൾ എന്താണ്? 0 ആണെങ്കിൽ ഈ ആക്സിസിൽ നമ്മൾ EMF നോട്ട് ചെയ്യാൻ പോവാണ്. 0 ആണെങ്കിൽ, തീറ്റ 0 ആണെങ്കിൽ EMF എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി എന്താണ്? റൊട്ടേറ്റ് ചെയ്യാണ്. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടും EMF എത്രയായിരിക്കും? മാക്സിമം ആയിരിക്കും. തൽക്കാലം ഈ ഒരു പോയിന്റ് നമ്മൾ ഈ മാക്സിമം ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതാണ് ഈ മാക്സിമം. നെക്സ്റ്റ് എന്താണ്? 180 ഡിഗ്രി, വീണ്ടും 90 ഡിഗ്രി കറക്കുന്നു. എന്ന് വെച്ചാൽ പഴയ ആദ്യത്തെ പൊസിഷനിലേക്ക് എന്ത് ചെയ്യും? അത് തിരിച്ചെത്തും. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ചെത്തും. എന്ന് വെച്ചാൽ വീണ്ടും പാരലായിട്ട് തന്നെ വരും. പാരലായിട്ട് വന്നാൽ എത്രയും EMF 0 ആണ്. വീണ്ടും 90 ഡിഗ്രി തിരിച്ചാലോ പെർപെൻഡിക്കുലർ ആയിട്ട് വരും. പക്ഷേ 90ൽ ഉണ്ടായതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും. എന്ന് വെച്ചാൽ EMF എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും, പക്ഷെ നെഗറ്റീവ് ഡയറക്ഷനിലേക്കായിരിക്കും. ഇനി 360 ആണെങ്കിലോ വീണ്ടും നമ്മുടെ 0 പൊസിഷനിലേക്ക് എന്ത് ചെയ്യും? തിരിച്ചു വരും. EMF എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇത് നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് എന്ത് കിട്ടും? നമുക്കൊരു സൈൻ വേവ് കിട്ടും. ഓക്കെ, ഒരു EMF സൈനസോയിഡൽ EMF ആണ് എന്ത് നമുക്ക് കിട്ടുക. ഇത് നമുക്ക് എന്താ മനസ്സിലാക്കുക? ഒരു കോയില് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? ഒരു ആൾട്ടർനേറ്റിംഗ് AC വേവ് ഫോം ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. AC വോൾട്ടേജ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? DC ജനറേറ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ആർമേച്ചറിൽ കിട്ടിയ EMF എത്രയാ? AC EMF ആണ് കിട്ടിയത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ AC വോൾട്ടേജിനെ ആർമേച്ചറിൽ വൈൻഡിങ്ങിൽ ഉണ്ടായ AC വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യണം? DC വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, നല്ല DC ജനറേറ്ററേ ഉള്ളൂ. കാരണം ഔട്ട്പുട്ട് എന്താണ്? DC വോൾട്ടേജ് ആണ് ഔട്ട്പുട്ടായിട്ട് വരേണ്ടത്. പക്ഷേ ആർമേച്ചറിൽ വന്നത് എന്താണ്? ആർമേച്ചർ വൈൻഡിങ്ങിൽ ഉണ്ടായത്
AC വോൾട്ടേജ് ആണ്. അപ്പോൾ ഈ AC വോൾട്ടേജ് നമ്മൾ എന്താക്കണം, DC വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ആ പാർട്ടാണ് ആര് ചെയ്യുന്നത്, കമ്മ്യൂട്ടേറ്റർ. നെക്സ്റ്റ് DC ജനറേറ്ററിൻ്റെ പാർട്ടിൽ നിന്നാണ് കമ്മ്യൂട്ടേറ്റർ ആണ്. ഇതാണ് ഒരു കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്മ്യൂട്ടറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് കൺവേർട്സ് ദ ഇൻഡ്യൂസ്ഡ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഇൻ ദ ആർമേച്ചർ കണ്ടക്ടർ ഇൻടു എ യൂണി ഡയറക്ഷണൽ കറണ്ട് എന്ന് വെച്ചാൽ ആർമേച്ചർ കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്ത AC-നെ എന്താക്കി മാറ്റണം, DC ആക്കി മാറ്റുക, യൂണി ഡയറക്ഷനിലാക്കിയിട്ട് മാറ്റുക. ഇതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, കമ്മ്യൂട്ടേറ്ററിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, പിന്നെ ഇത് ഈസ് സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ്. ഇതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും, സിലിണ്ടറിക്കൽ ഷേപ്പിലായിരിക്കും. ഇറ്റ് ഈസ് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് നമ്പർ ഓഫ് വെഡ്ജ് ഷേപ്ഡ് ഹാർഡ് ഡ്രോൺ കോപ്പർ ബാർ ഓർ സെഗ്മെൻറ്റ്സ്. ഓക്കെ, ഇതൊക്കെ കോപ്പർ ബാർ ഓർ സെഗ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, കമ്മ്യൂട്ടേറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇൻസുലേറ്റഡ് ഫ്രം ഈച്ച് അതർ ആൻഡ് ഫ്രം ദ ഷാഫ്റ്റ്. ഓക്കെ, ഇത് ഓരോ സെഗ്മെൻറ്റ്സും പരസ്പരം എന്തായിരിക്കും, ഇൻസുലേറ്റഡ് ആയിരിക്കും. അവിടെ ഇൻസുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്, മൈക്ക ഇൻസുലേഷനാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇൻസുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് മേഡ് ഫ്രം നമ്പർ ഓഫ് വെഡ്ജ് ഷേപ്ഡ് ഹാർഡ് ഡ്രോൺ കോപ്പർ ബാർ ഓർ സെഗ്മെൻറ്റ്സ് ഇൻസുലേറ്റഡ് ഫ്രം ഈച്ച് അതർ ആൻഡ് ഫ്രം ദ ഷാഫ്റ്റ്. ഇൻസുലേഷൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ മൈക്കയാണ്. കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്, കോപ്പർ ബാർ ആണ് എന്ത് ചെയ്തത്, യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈച്ച് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് ഈസ് കണക്റ്റഡ് ടു ദ എൻഡ്സ് ഓഫ് ദ ആർമേച്ചർ കോയിൽ. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഓരോ എൻഡും നമ്മുടെ ആർമേച്ചർ കോയിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് കണക്ട്സ് ദ റൊട്ടേറ്റിംഗ് ആർമേച്ചർ കണ്ടക്ടർ ടു ദ സ്റ്റേഷനറി എക്സ്റ്റേണൽ സർക്യൂട്ട് ത്രൂ ബ്രഷസ്. അത് നമുക്കിപ്പോൾ എന്തുണ്ടായി, EMF പ്രൊഡ്യൂസ് ചെയ്തു. എവിടെയാണ് EMF ഉണ്ടായ, AC വോൾട്ടേജ് ഉണ്ടായത് ആർമേച്ചർ കണ്ടക്ടറിലാണ്. അത് കമ്മ്യൂട്ടേറ്ററിനകത്തും എന്തായി, DC ആയി. ഇനി നമുക്ക് എന്താ, പുറത്തേക്ക് എടുക്കണം. ഈ ഉണ്ടായ DC വോൾട്ടേജിലും DC കറണ്ടിനെ പുറത്തേക്ക് എടുക്കണം. അങ്ങനെ പുറത്തേക്ക് എടുക്കുന്ന ഡിവൈസാണ് എന്ത്, ബ്രഷ് എന്ന് പറയും. ഓക്കെ, കറണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാർട്ടാണ് ബ്രഷ്. അപ്പോൾ കമ്മ്യൂട്ടേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താ, കമ്മ്യൂട്ടർ എന്ന് വെച്ചാൽ ആർമേച്ചർ കണ്ടക്ടറും ബ്രഷിൻ്റെ ഇടയിലുള്ള ബ്രഷിനെയും കണക്ട് ചെയ്യുന്ന പാർട്ടാണ് എന്ത്, കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് കണക്ട്സ് ദ റൊട്ടേറ്റിംഗ് ആർമേച്ചർ കണ്ടക്ടർ ടു ദ എക്സ്റ്റേണൽ സർക്യൂട്ട് ത്രൂ ബ്രഷസ് വഴിയാണ് ആർമേച്ചർ കണ്ടക്ടർ നിന്ന് ഉണ്ടായ EMF നമ്മൾ എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് എടുക്കുന്നുള്ളത്. അപ്പോൾ കമ്മ്യൂട്ടറിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു, AC-നെ എന്താക്കുക, ആർമേച്ചർ കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്ത AC-നെ എന്താക്കി മാറ്റുക, DC ആക്കി മാറ്റുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ, കമ്മ്യൂട്ടേറ്ററിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ബ്രഷസ്. ഓക്കെ, ബ്രഷിൻ്റെ ഫംഗ്ഷൻ ഇപ്പം പറഞ്ഞു എന്താ, കറണ്ട് ഈസ് കളക്റ്റഡ് ഫ്രം ദ ആർമേച്ചർ വൈൻഡിങ്. ആർമേച്ചർ വൈൻഡിങ്ങിൽ നിന്ന് ബ്രഷ് കമ്മ്യൂട്ടേറ്റർ വഴി ബ്രഷ് കറണ്ട് നമ്മുടെ എക്സ്റ്റേണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എടുക്കുന്നത് ആര് വെച്ചിട്ടാണ്, ബ്രഷസ് വെച്ചിട്ടാണ്. ഓക്കെ, ദ കാർബൺ ബ്രഷസ് ആർ പ്ലേസ്ഡ് ഓർ മൗണ്ടഡ് ഓൺ ദ കമ്മ്യൂട്ടേറ്റർ. കമ്മ്യൂട്ടേറ്ററിൽ ഫിക്സ് ചെയ്തിട്ടാണ്, മൗണ്ട് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക, ബ്രഷസ് ഉണ്ടാവും. ഇതാണ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്, അതിലേക്ക് മൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇത് നോക്കാം, ഇതാണ് കമ്മ്യൂട്ടേറ്റർ സെക്ഷൻ, അതിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് എന്തുള്ളത്, ബ്രഷസ് ഉള്ളത്. ഓക്കെ, കാർബൺ ബ്രഷസ് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഇതാണ്, കാർബൺ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. കാർബൺ ബ്രഷസ് ആർ പ്ലേസ്ഡ് ഓർ മൗണ്ടഡ് ഓൺ ദ കമ്മ്യൂട്ടേറ്റർ. ദേ ആർ യൂഷ്വലി മേഡ് അപ്പ് ഓഫ് ഹൈ ഗ്രേഡ് കാർബൺ. ഹൈ ഗ്രേഡ് കാർബൺ ആണ് ബ്രഷസിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 or more കാർബൺ ബ്രഷസ്, കാർബൺ ബ്രഷിനെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ദ കറണ്ട് ഈസ് കളക്റ്റഡ് ഫ്രം ദ ആർമേച്ചർ വൈൻഡിങ്. ഇവിടെ ആർമേച്ചർ വൈൻഡിങ്ങിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് കമ്മ്യൂട്ടേറ്ററിൽ നിന്ന് DC ആക്കി ആ DC-നെ പുറത്തേക്ക് എടുക്കുന്നത് ഏത് വെച്ചിട്ടാണ്, കാർബൺ ബ്രഷസ് വെച്ചിട്ടാണ്. ഓക്കെ, ദ ബ്രഷസ് ആർ പ്രസ്ഡ് അപ്പോൺ ദ കമ്മ്യൂട്ടേറ്റർ. കമ്മ്യൂട്ടേറ്ററിൽ ഫിക്സ് ചെയ്തിട്ടാണ് ബ്രഷസ് ഉണ്ടാവുക. ആൻഡ് ഫോംസ് ദ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ദ ആർമേച്ചർ വൈൻഡിങ് ആൻഡ് ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർമേച്ചർ വൈൻഡിങ്ങും നമ്മുടെ എക്സ്റ്റേണൽ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടാണ് എന്ത്, കമ്മ്യൂട്ടേറ്ററും ബ്രഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കാർബൺ യൂസ് ചെയ്യാനുള്ള കാരണം എന്താ, കാർബൺ ബ്രഷാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. കാർബൺ ഈസ് എ കണ്ടക്ടിങ് മെറ്റീരിയൽ. നമുക്ക് കറണ്ട് പുറത്തേക്ക് എടുക്കണം, അപ്പോൾ ബ്രഷ് എന്തായിരിക്കണം, കണ്ടക്ടിങ് മെറ്റീരിയൽ ആയിരിക്കും വേണം. അത് മാത്രമല്ല ഈ കമ്മ്യൂട്ടേറ്റർ ബാക്കി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ റൊട്ടേറ്റിംഗ് ആണ്. ഓക്കെ, റൊട്ടേറ്റിംഗ് ആവണം, എന്തുണ്ടാവണം, ഫ്രിക്ഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് പ്രൊവൈഡ്സ് എ ലൂബ്രിക്കേറ്റിംഗ് എഫക്റ്റ്. ഗ്രാഫൈറ്റ് എന്നൊക്കെ പറയുന്നത് ലൂബ്രിക്കേറ്റിംഗ് കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കാർബൺ മെറ്റീരിയലിനെ യൂസ് ചെയ്യുന്നത്. കാർബൺ ഈസ് എ കണ്ടക്ടിങ് മെറ്റീരിയൽ ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇൻ പൗഡേർഡ് ഫോം ഇറ്റ് പ്രൊവൈഡ്സ് എ ലൂബ്രിക്കേറ്റിംഗ് എഫക്റ്റ് ഓൺ ദ കമ്മ്യൂട്ടേറ്റർ സർഫസ്. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് അതൊരു ലൂബ്രിക്കേഷൻ എഫക്റ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കാർബൺ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബിയറിംഗ് ആൻഡ് ഷാഫ്റ്റ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, DC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് പാർട്ടാണ്, ഡിവൈസാണ്. റൊട്ടേറ്റിംഗ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ഫ്രിക്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഫ്രിക്ഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ബിയറിങ്സ് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യുന്ന ബിയറിങ്സ് എന്താണ്, ബോൾ ബിയറിങ്സ് ഓർ
റോളർ ബിയറിങ്സ് ആർ യൂസ്ഡ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ബോൾസ് ആണെങ്കിൽ ബോൾ ബിയറിംഗ്, ഇതുപോലെ റിങ്സ് ആണെങ്കിൽ അതെന്താണ് റോളർ ബിയറിങ്സ് ആണ് എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. ദ ബോൾ ഓർ റോളർ ബിയറിങ്സ് ആർ ഫിറ്റഡ് ഇൻ ദ എൻഡ് ഹൗസിങ്സ്. നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, ബിയറിങ്സ് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് മോസ്റ്റ്ലി ഹൈ കാർബൺ സ്റ്റീൽ ഈസ് യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിയറിങ്സ് ആസ് ഇറ്റ് ഈസ് വെരി ഹാർഡ് മെറ്റീരിയൽ. ഹൈ കാർബൺ സ്റ്റീലാണ് ബിയറിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, കാരണം അത് ഹാർഡ് മെറ്റീരിയലാണ്. ഷാഫ്റ്റ്, ഷാഫ്റ്റ് എന്ന് വെച്ചാൽ എന്താ, ഇപ്പോൾ നമ്മുടെ ആർമേച്ചർ, അതുപോലെ ബ്രഷസ്, കമ്മ്യൂട്ടേറ്റർ, അതൊക്കെ ഒരു കോമൺ ഷാഫ്റ്റിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഷാഫ്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടർബൈനിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, എല്ലാം കൂടി കണക്ട് ചെയ്യുന്ന സാധനമാണ് എന്ത് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്തായിരിക്കും, മൈൽഡ് സ്റ്റീൽ മെറ്റീരിയലാണ് ഷാഫ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഷാഫ്റ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് മൈൽഡ് സ്റ്റീൽ വിത്ത് എ മാക്സിമം ബ്രേക്കിംഗ് സ്ട്രെങ്ത്. ഇതിന് സ്ട്രെങ്ത് എന്തായിരിക്കും, കൂടുതലായിരിക്കും, ബ്രേക്കിംഗ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഇത്രയാണ് എന്ത് വരുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ഡി സി ജനറേറ്റർ. അപ്പോൾ ഓരോ പാർട്ടിൻ്റെയും എന്തറിയണം, യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണെന്ന് അറിയണം, അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് അറിയണം. ഓക്കെ, ഇതാണ് കൺസ്ട്രക്ഷൻ ഓഫ് ഡി സി ജനറേറ്ററിൽ വരുന്നത്. നെക്സ്റ്റ് പാർട്ട് ഏതാ, വർക്കിംഗ് ഓഫ് ഡി സി ജനറേറ്റർ. എങ്ങനെയാണ് ഡി സി ജനറേറ്റർ വർക്ക് ചെയ്യുക? ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞിരുന്നു, എന്താണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ആർമേച്ചർ കറങ്ങുന്ന സമയത്ത് ആ ഫ്ലക്സിനെ കട്ട് ചെയ്യും. ഫ്ലക്സിനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി നമ്മുടെ കണ്ടക്ടറിൻ്റെ ആക്സിസ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് വന്നാൽ ഇ എം എഫ് എത്രയായിരിക്കും, 0 ആയിരിക്കും, മിനിമം ഇ എം എഫ് ആയിരിക്കും. ഇനി പെർപെൻഡിക്കുലർ ആയിട്ട് വന്നാലോ, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കോയിൽ വെക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഇ എം എഫ് ആയിരിക്കും. ദാറ്റ് ഈസ് മാക്സിമം ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് വെൻ ദ കോയിൽ ഈസ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മുടെ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ മാക്സിമം ഇ എം എഫ്. അതേപോലെ മിനിമം ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് വെൻ ദ കോയിൽ ഈസ് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. കോയിൽ പാരലായിട്ട് വെച്ചാൽ ഇ എം എഫ് എന്തായിരിക്കും, 0 ആയിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം, ഒരു എ സി വേവ് ഫോം പ്രൊഡ്യൂസ് ചെയ്യാം ആർമേച്ചറിൽ. അതിനെ കമ്മ്യൂട്ടേറ്റർ ഉപയോഗിച്ചിട്ട് എന്താക്കി മാറ്റും, ഡി സി ആക്കിയിട്ട് മാറ്റും. ഇതാണ് എന്ത് ഡി സി ജനറേറ്ററിൻ്റെ വർക്കിംഗ്. ഓക്കെ, നെക്സ്റ്റ് ഡി സി ജനറേറ്റർ ഇപ്പോൾ ഇ എം എഫ് ഉണ്ടായി. ഇ എം എഫ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, അതിനൊരു ഡയറക്ഷൻ വേണം. ആ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട്. എന്താണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞത്, നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ്, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ, 3 ഫിംഗേഴ്സ് എന്ത് ചെയ്യുക, മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, പരസ്പരം 90 ഡിഗ്രി വരുന്ന രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക. നമ്മുടെ തമ്പ് എന്ന് പറയുന്നത് എന്താണ്, ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓർ റൊട്ടേഷൻ, നമ്മുടെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ആണ് ആര് കാണിക്കുക, തമ്പ് കാണിക്കുക. 4 ഫിംഗർ എന്ത് കാണിക്കും, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇ എം എഫ് ഫാരഡേസ് ലോ പ്രകാരം ഉണ്ടായ ഇ എം എഫ് അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടും, മിഡിൽ ഫിംഗറിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. ഇതാണ് എന്ത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ജനറേറ്ററിലെ കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് ചോദിക്കാറുണ്ട് ITI ഡിപ്ലോമ ലെവലിൽ. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് ജനറേറ്ററിൻ്റെ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ എന്തുണ്ട്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഉണ്ട്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മോട്ടറിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, അത് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ, മോട്ടർ ഏത് ഡയറക്ഷനിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് ആ റൊട്ടേഷൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്, രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുക. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് ജനറേറ്ററിലുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത് മോട്ടറിൻ്റെ റൊട്ടേഷൻ ഏത് ഡയറക്ഷനിലേക്ക്, ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണോ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇ എം എഫ് ഇക്വേഷൻ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഇ എം എഫ് ഇക്വേഷൻ, അതായത് നമുക്കിപ്പോൾ ഇ എം എഫ് ഉണ്ടായി അല്ലെങ്കിൽ വോൾട്ടേജ് ഉണ്ടായി, ആ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ വേണം. അത് ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ ഉണ്ടായ ഇ എം എഫിൻ്റെ ഇക്വേഷൻ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇ ജി എന്ന് വിളിക്കുക. ഇ ജി എന്ന് വെച്ചാൽ ഇ എം എഫ് ജനറേറ്റഡ്, ആർമേച്ചറിൽ ജനറേറ്റ് ചെയ്ത ഇ എം എഫ് ആണ് എന്ത്, ഇ ജി. ഓക്കെ, ഇ ജി ഈസ് ഈക്വൽ ടു എന്താണ്, 5ZN P/60A. ഇക്വേഷൻ നോക്കുക, 5ZN P/60A. ഇപ്പം എന്താണ് ഫൈ എന്ന് പറഞ്ഞാൽ, ഓരോ ടേം എടുത്ത് നോക്കുക. ഫൈ എന്ന് വെച്ചാൽ എന്താ, ഫ്ലക്സ് പെർ പോൾ, അത് മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടായ ഫ്ലക്സ് പെർ പോൾ, ഇതാണ് എന്ന് വിളിക്കുന്നത് ഫൈ എന്ന് വിളിക്കുന്നത്. സെഡ് എന്ന് വെച്ചാൽ എന്താ, ടോട്ടൽ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടർ, നമ്മുടെ ആർമേച്ചറിൽ എത്ര കണ്ടക്ടേഴ്സ് ഉണ്ടോ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സെഡ് എന്ന് വിളിക്കുക, ടോട്ടൽ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടർ. ഇനി ചില ക്വസ്റ്റ്യനിൽ സെഡ് എന്ത് ചെയ്യില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് ആർമേച്ചർ എന്ന് വിചാരിക്കാം. ആർമേച്ചറിൽ എന്തുണ്ടാവും, ഒരുപാട് സ്ലോട്ട്സ് ഒക്കെ ഉണ്ടാവും. ആ സ്ലോട്ടിലാണ് എന്തുണ്ടാവുന്നത്, നമ്മുടെ കണ്ടക്ടേഴ്സ് വെക്കാം.
അപ്പോൾ എന്തുണ്ടാവും, ടോട്ടൽ നമ്പർ ഓഫ് സ്ലോട്ട്സ് നോക്കാം, ടോട്ടൽ നമ്പർ ഓഫ് സ്ലോട്ട്സ്, എന്നിട്ട് ഓരോ സ്ലോട്ടിലും എത്ര വൈൻഡിങ് ഉണ്ടെന്ന് നോക്കാം, എത്ര കണ്ടക്ടർ ഉണ്ടെന്ന് നോക്കാം. അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് കിട്ടും. എന്ന് വെച്ചാൽ സെഡ്, ടോട്ടൽ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടർ എന്നതാണ് കണ്ടക്ടർ പെർ സ്ലോട്ട്സ്, ഓരോ സ്ലോട്ടിലും എത്ര കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇൻ ടു നമ്പർ ഓഫ് സ്ലോട്ട്സ്, എത്ര സ്ലോട്ട്സ് ഉണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇത് രണ്ടായിരിക്കും തരുന്നത്. അപ്പോൾ സെഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, നമ്പർ ഓഫ് സ്ലോട്ട് ഇൻ ടു കണ്ടക്ടർ പെർ സ്ലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സെഡിൻ്റെ വാല്യൂ കിട്ടും. നെക്സ്റ്റ് എന്താണ് എൻ, എന്ന് വെച്ചാൽ എന്താ, ആർമേച്ചർ റൊട്ടേഷൻ ഇൻ ആർ പി എം. നേരത്തെ പറഞ്ഞ ആർമേച്ചർ നമ്മുടെ ടർബൈനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, പ്രൈം മൂവർ എന്ന് പറയാം, നമുക്ക് പ്രൈം മൂവറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ പ്രൈം മൂവർ റൊട്ടേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ്, എത്ര സ്പീഡിലാണ് ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ സ്പീഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എൻ. എൻ ആർമേച്ചർ റൊട്ടേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആർ പി എം, റൊട്ടേഷൻസ് പെർ മിനിറ്റ്. നെക്സ്റ്റ് ടൈം ഏതാ, പി. പി എന്ന് വെച്ചാൽ എന്താ, നമ്പർ ഓഫ് പോൾസ്, നമ്മുടെ മെഷീനിൽ എത്ര പോൾസ് ഉണ്ടോ അതിനാണ് എന്തെന്ന് വിളിക്കാം, പി എന്ന് വിളിക്കാം. എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാരലൽ പാത്ത്. ഓക്കെ, നമുക്ക് രണ്ട് ടൈപ്പ് വൈൻഡിങ് നെക്സ്റ്റ് സ്ലൈഡിൽ പറയും. രണ്ട് ടൈപ്പ് ഓഫ് വൈൻഡിങ് ആണല്ലോ, ലാപ്പ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങും. അപ്പോൾ എത്ര നമ്പർ ഓഫ് പാരലൽ പാത്ത്, നമ്മൾ കറണ്ടിന് പാസ് ചെയ്യാൻ വേണ്ടി, ഫ്ലോ ചെയ്യാൻ വേണ്ടി എത്ര പാരലൽ പാത്ത്സ് ഉണ്ടോ അതിനാണ് എന്തെന്ന് വിളിക്കുന്നത്, എ എന്ന് വിളിക്കുക, നമ്പർ ഓഫ് പാരലൽ പാത്ത്സ്. ഓക്കെ, അപ്പോൾ ജനറേറ്റഡ് ഇ എം എഫിന് ഇക്വേഷൻ എന്തായിരുന്നു, 5ZNP/60A. ഓക്കെ, ഇത് ആർമേച്ചറിൽ ഉണ്ടാവുന്ന ഇ എം എഫിൻ്റെ ഇക്വേഷൻ ആണ്. ഇ ജി ഇസ് ഈക്വൽ ടു 5ZNP/60. അതിൽ 5 എന്ന് പറയുന്നത് ഫ്ലെക്സ് പെർ പോൾ, Z ടോട്ടൽ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ്, അതെങ്ങനെ കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇൻ ടു കണ്ടക്ടർ പെർ സ്ലോട്ട്സ്, N എന്ന് പറയുന്നത് ആർമേച്ചർ റൊട്ടേഷൻ ഇൻ ആർ പി എം, P എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ്, A എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാരലൽ പാത്ത്സ്. ഓക്കെ, ഇനി എന്താ ടൈപ്സ് ഓഫ് വൈൻഡിങ്, രണ്ട് ടൈപ്പ് വൈൻഡിങ് ആണുള്ളത്, ലാപ്പ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങും. അപ്പോൾ നമുക്ക് ലാപ്പ് വൈൻഡിങ് വേവ് വൈൻഡിങ് വരക്കാനൊന്നും അറിയേണ്ട കാര്യമില്ല, പി എസ് സിക്ക് ജസ്റ്റ് ഈ ഒരു കൺസെപ്റ്റാണ് വേണ്ടത്. നോക്കാം, നമ്പർ ഓഫ് പാരലൽ പാത്ത്, നേരത്തെ ഇക്വേഷനിൽ ഇ എം എഫ് ഇക്വേഷനിൽ നമ്മൾ ഒരു ടേം കണ്ടിരുന്നു, ഇ ജി ഇസ് ഈക്വൽ ടു എന്താണ്, ഇ ജി ഇസ് ഈക്വൽ ടു 5ZNP/60A. ഓക്കെ, അതിൽ എ എന്ന് പറഞ്ഞാൽ എന്താണ്, പാരലൽ പാത്താണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ലാപ്പ് വൈൻഡിങ് ആണോ വേവ് വൈൻഡിങ് ആണോ എന്ന് തരും. അപ്പോൾ എങ്ങനെയാണ് എ കണ്ടുപിടിക്കുന്നത്, എന്താണ് എൻ്റെ വാല്യൂ. ക്വസ്റ്റ്യൻ ലാപ്പ് വൈൻഡിങ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പോൾ ഇൻറ്റു എം, എത്ര നമ്പർ ഓഫ് പോൾസ് ഉണ്ട്, അതായത് പിൻ്റെ വാല്യൂ, പി ഇൻറ്റു എന്താണ്, എം ആണ്. ഓക്കെ, ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത്സ് ഈക്വൽ ടു പോൾ ഇൻറ്റു എം. ഇപ്പോൾ എം എന്ന് പറഞ്ഞ ടേം അവിടെ വന്നിട്ടുണ്ട്. എന്താണ് എം എന്ന് പറഞ്ഞ് നോക്കാം. അപ്പോൾ എം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലെക്സ്, അത് വൈൻഡിങ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈൻഡിങ്സ് ആണ്. സിംപ്ലെക്സ് വൈൻഡിങ്, ഡ്യൂപ്ലെക്സ് വൈൻഡിങ്, ട്രിപ്ലെക്സ് വൈൻഡിങ്, ക്വാഡ്രോപ്ലെക്സ്, അങ്ങനെ പല ടൈപ്സ് ഓഫ് വൈൻഡിങ്സ് ഉണ്ട്. അപ്പോൾ അതാണ് അത് ക്വസ്റ്റ്യനിൽ തരും. സിംപ്ലെക്സ് വൈൻഡിങ് ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, ഡ്യൂപ്ലെക്സ് വൈൻഡിങ് ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ 2, ട്രിപ്ലെക്സ് ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ 3, ക്വാഡ്രോപ്ലെക്സ് ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ 4. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സിംപ്ലെക്സ് 1, എമ്മിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ആ വൈൻഡിങ്ങിന് വിളിക്കുന്നത് പറയുന്നത് സിംപ്ലെക്സ് 1, എം വാല്യൂ 2 ആണെങ്കിൽ ഡ്യൂപ്ലെക്സ്, 3 ആണെങ്കിൽ ട്രിപ്ലെക്സ്, 4 ആണെങ്കിൽ ക്വാഡ്രോപ്ലെക്സ്. അപ്പോൾ എം ഏതാണെന്ന് നോക്കാം, സിംപ്ലെക്സ് വൈൻഡിങ് ഏതാണെന്ന് നോക്കാം. ലാപ്പ് വൈൻഡിങ്ങിന് സിംപ്ലെക്സ് വൈൻഡിങ് ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു എന്തായിരിക്കും, പി ആയിരിക്കും. ഇനി സിംപ്ലെക്സും ഡ്യൂപ്ലെക്സും ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഡയറക്റ്റ് എന്ത് എമ്മിൻ്റെ വാല്യൂ 1 ആയിട്ട് എടുക്കുക ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 1 ആയിട്ട് എടുക്കുക, സിംപ്ലെക്സ് അല്ലെങ്കിൽ തന്നിട്ടില്ലെങ്കിൽ. ഓക്കെ, തന്നിട്ടുണ്ടെങ്കിൽ ഡ്യൂപ്ലെക്സ് ആണെങ്കിൽ 2 എടുക്കുക, ട്രിപ്ലെക്സ് ആണെങ്കിൽ 3 എടുക്കുക. അപ്പോൾ സിംപ്ലെക്സ് ആണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, പി ആയിരിക്കും, കാരണം എമ്മിൻ്റെ വാല്യൂ 1 ആണ്, എ ഈക്വൽ ടു പി. ഓക്കെ, ഇനി വേവ് വൈൻഡിങ് ആണെങ്കിലോ, വേവ് വൈൻഡിങ് ആണെങ്കിലോ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എം. ഓക്കെ, number of parallel path is equal to 2 into m. M is 1 for simplex, 2 for duplex, 3 for triplex and 4 for quadruplex. ഓക്കെ, ഇപ്പോൾ സിംപ്ലെക്സ് വേവ് ആണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്തായിരിക്കും, വേവ് വൈൻഡിങ് ആണെങ്കിൽ എ ഈക്വൽ ടു വാല്യൂ എന്താണ്, 2 ആണ്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഏത് ടൈപ്പ് വൈൻഡിങ് ആണെന്ന് നോക്കാം, അതെടുത്ത് എന്ത് ചെയ്യുക, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ലാപ്പ് വൈൻഡിങ് ആണ് തന്നേക്കുന്നെങ്കിൽ എ ഈക്വൽ ടു എന്തായിരിക്കും, പി ആയിരിക്കും. അപ്പോൾ ഇത് രണ്ട് എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോകും, ഇക്വേഷൻ തൊട്ടും ഇ ജി ഇസ് ഈക്വൽ ടു, കാരണം പിയും എയും സെയിം ആണ്, എ ഈക്വൽ ടു പി അല്ലേ, അപ്പോൾ എന്തൊന്ന് ക്യാൻസൽ ആയി പോകും, ഇക്വേഷൻ എന്ത് വരും, 5ZN/60 എന്ന് വരും. ഇനി വേവ് ആണെങ്കിലോ, വേവ് ആണെങ്കിൽ എൻ്റെ വാല്യൂ എത്രയാണ്, 2 ആണ് വരിക. അപ്പോൾ 60 × 2 എത്ര വരും, 120 വരും. അപ്പോൾ ഇക്വേഷനിൽ 5ZNP/120 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഏത് ടൈപ്പ് വൈൻഡിങ് ആണെന്ന് നോക്കുക, എന്നിട്ട് എയുടെ വാല്യൂ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഈ ഒരു കൺസെപ്റ്റ് ഓർത്താൽ മതി. LAP, ലാപ്പ് എന്ന് പറഞ്ഞത് LAP, അതിൽ ഇവിടെ തന്നെ ഉണ്ട് AP, A ഈക്വൽ ടു പി.
ലാപ്പ് ആണെങ്കിൽ എ ഈക്വൽ ടു പി ആയിരിക്കും. ഇത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു ട്രിക്കായിട്ട് യൂസ് ചെയ്യുക. LAP ലാപ്പ് എ ഈക്വൽ ടു എന്തായിരിക്കും? പി ആയിരിക്കും. ഓക്കെ, വേവ് ആണെങ്കിൽ എ ഈക്വൽ ടു 2 ആയിരിക്കും. ഓക്കെ, ഇതാണ് ടൈപ്സ് ഓഫ് വൈൻഡിങ്. നെക്സ്റ്റ് എന്താണ്? ടൈപ്സ് ഓഫ് ജനറേറ്റർ. ടൈപ്സ് ഓഫ് ജനറേറ്റർ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജനറേറ്റേഴ്സ് ഉണ്ട്. മെയിനായിട്ട് ജനറേറ്റർ ക്ലാസിഫൈ ചെയ്തേക്കുന്ന 2 ടൈപ്പാണ്, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആൻഡ് സെൽഫ് എക്സൈറ്റഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടേം നിങ്ങൾ കണ്ടിട്ട് എന്താണ്? എക്സൈറ്റഡ്. ഇവിടെ ഉണ്ട് എക്സൈറ്റഡ്. അപ്പോൾ എന്താണ് എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് എന്താണ് എക്സൈറ്റേഷൻ. എക്സൈറ്റേഷൻ എന്താ? നമ്മുടെ ഫീൽഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് ഉണ്ടാവുക. ഫീൽഡ് കോറ് ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ്. അതിലേക്ക് ഫീൽഡ് വൈൻഡിങ് കൊടുത്തിട്ട് അതിലേക്ക് ഒരു സപ്ലൈ കൊടുക്കുമ്പോഴാണ് എന്താവുന്നത്? അതൊരു മാഗ്നറ്റായി മാറുന്നത്, ഫീൽഡ് മാഗ്നറ്റായിട്ട് മാറുന്നത്. അപ്പോൾ സപ്ലൈ കൊടുക്കുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ മാഗ്നറ്റൈസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സൈറ്റേഷനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ജനറേറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? എക്സൈറ്റേഷൻ. എക്സൈറ്റേഷനെ ബേസ് ചെയ്തിട്ടാണ് ജനറേറ്ററിൻ്റെ എന്ത് വരുന്നത്? ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സൈറ്റേഷൻ എന്ന് വെച്ചാൽ മേക്കിംഗ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ് എ മാഗ്നറ്റ്. ഇലക്ട്രോ മാഗ്നറ്റിനെ മാഗ്നറ്റ് ആക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. എക്സൈറ്റേഷൻ ബേസ് ചെയ്തിട്ട് ജനറേറ്ററിനെ ബ്രോഡായിട്ട് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആൻഡ് സെൽഫ് എക്സൈറ്റഡ്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആൻഡ് സെൽഫ് എക്സൈറ്റഡ്. സെൽഫ് എക്സൈറ്റഡ് തന്നെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്: സീരീസ് വൗണ്ട്, ഷണ്ട് വൗണ്ട്, കോമ്പൗണ്ട് വൗണ്ട്. ഓക്കെ, ഇനി കോമ്പൗണ്ട് വൗണ്ട് 2 ടൈപ്പ് ഉണ്ട്, ലോങ് ഷണ്ട് ഉണ്ട്, ഷോർട്ട് ഷണ്ട് ഉണ്ട്. അത് കൂടാണ്ട് ഡിഫറൻഷ്യൽ ക്യുമുലേറ്റീവ്, ക്യുമുലേറ്റീവ് ഉണ്ട്, ഡിഫറൻഷ്യൽ ഉണ്ട്. ഇതാണ് DC ജനറേറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇസ് ബേസ്ഡ് ഓൺ എക്സൈറ്റേഷൻ. എക്സൈറ്റേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു ഇലക്ട്രോ മാഗ്നറ്റിനെ അല്ലെങ്കിൽ ഫീൽഡിനെ മാഗ്നറ്റ് ആക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എക്സൈറ്റേഷൻ. എക്സൈറ്റേഷനെ ബേസ് ചെയ്തിട്ടാണ് 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആൻഡ് സെൽഫ് എക്സൈറ്റഡ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് നോക്കാം. എന്താണ്? ദ ഫീൽഡ് മാഗ്നറ്റ്സ് ആർ എനർജൈസ്ഡ് ബൈ സം എക്സ്റ്റേണൽ DC സോഴ്സ്. സെപ്പറേറ്റ്ലി, പേര് തന്നെ ഉണ്ട്, എന്താണ്? അഡീഷണൽ ആയിട്ട് പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ സെപ്പറേറ്റ് ആയിട്ടുള്ള DC സോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഫീൽഡ് മാഗ്നറ്റ്സിനെ എനർജൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാഗ്നറ്റ് ആക്കുന്നതെങ്കിൽ ആ ടൈപ്പ് ഓഫ് ജനറേറ്ററിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്. ദ ഫീൽഡ് മാഗ്നറ്റ്സ് ആർ എനർജൈസ്ഡ് ബൈ സം എക്സ്റ്റേണൽ DC സോഴ്സ്. എക്സ്റ്റേണൽ DC സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റൈസേഷൻ നടത്തുന്നതെങ്കിൽ, ഇലക്ട്രോ മാഗ്നറ്റിനെ മാഗ്നറ്റ് ആക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനർജൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ജനറേറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ. ഓക്കെ, ഈ ഒരു ഫിഗർ നോക്കാം. ഇതാണ് നമ്മുടെ ആർമേച്ചർ എന്ന് പറയുന്നത്. ഇതാണ് ആർമേച്ചറിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം. ഇത് 2 ബ്രഷസ് ആയിരിക്കും. ഓക്കെ, 2 ബ്രഷസ് ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യും? ലോഡിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, വി എന്ന് പറയുന്നതാണ് ലോഡിന് അക്രോസ് നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് ആണ് എന്ത്? വി എന്ന് പറയുന്നത്. ലോഡിൻ്റെ അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് ആണ് വി. ഇനി ആർമേച്ചറിൽ ഉണ്ടാകുന്ന ഒരു EMF ഉണ്ടല്ലോ, ആർമേച്ചറിൽ ഉണ്ടാകുന്ന EMF നമ്മൾ വിളിക്കുന്ന പേരാണ് EG. അതാണ് നമ്മൾ ഇപ്പോൾ ഇക്വേഷൻ നോക്കിയത്. EG is equal to 5ZnP/60A. അത് എവിടെയാണ് ഉണ്ടാകുന്നത്? ആർമേച്ചറിൽ ഉണ്ടാകുന്ന EMF ആണ്. ഓക്കെ, വി എന്ന് പറയുന്നത് ടെർമിനൽ വോൾട്ടേജ്, നമുക്ക് ആക്ച്വലി കിട്ടുന്ന വോൾട്ടേജ്. ലോഡുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ലോഡിൻ്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് ടെർമിനൽ വോൾട്ടേജ്. അപ്പോൾ ഇത് ആർമേച്ചറാണ്. ഈ ആർമേച്ചർ എവിടെയാണ് കറങ്ങേണ്ടത്? മാഗ്നറ്റിക് ഫീൽഡിലാണ് കറങ്ങേണ്ടത്. മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? ഇവിടെ ഒരു ഫീൽഡ് വൈൻഡിങ് ഉണ്ട്. ആ ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് നമ്മൾ എന്ത് കൊടുക്കണം? സപ്ലൈ കൊടുക്കണം. സപ്ലൈ കൊടുക്കുമ്പോഴാണ് എന്താവുന്നത്? അത് ഫീൽഡ് മാഗ്നറ്റ് ആവുന്നതും ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ആര് കറങ്ങുന്നത്? ആർമേച്ചർ കറങ്ങിയിട്ട് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് സപ്ലൈ കൊടുക്കാൻ വേണ്ടി എക്സ്റ്റേണൽ DC സോഴ്സ് ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതാണ് എന്ത്? സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്. അപ്പോൾ ഈ VDC എന്ന് പറയുന്ന എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുത്തിട്ട് എന്ത് ചെയ്യും? ഫീൽഡ് വൈൻഡിങ്ങിനെ സപ്ലൈ കൊടുക്കും. ഫീൽഡ് വൈൻഡിങ് സപ്ലൈ കൊടുക്കുമ്പോൾ എൻ്റെ ഇടയിലുള്ള ഫീൽഡ് എന്താവും? കോറ് മാഗ്നറ്റ് ആവും. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യും? അത് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്. ഇനി നോക്കാം, ഏതായിരിക്കും കൂടുതൽ EMF? ജനറേറ്റഡ് EMF ആയിരിക്കുമോ കൂടുതൽ? ടെർമിനൽ വോൾട്ടേജ് ആയിരിക്കുമോ കൂടുതൽ? നമുക്കറിയാം ഇതാണ് എന്താ? ആർമേച്ചർ എന്ന് പറയുന്നത് അല്ലേ. ആർമേച്ചറിൽ എന്തുണ്ട്? ആർമേച്ചറിൽ വൈൻഡിങ് ഉണ്ട്. അപ്പോൾ അതിനെന്തുണ്ടാവും? അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അതിനാണ് നമ്മൾ RA എന്ന് വിളിക്കുക, ആർമേച്ചർ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ആർമേച്ചർ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? EMF പ്രൊഡ്യൂസ് ചെയ്തു. EMF കാരണം ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ടാണ് ആർമേച്ചർ കറണ്ട് IA. ഈ IA എന്തിലൂടെ ഫ്ലോ ചെയ്യും? ഈ ആർമേച്ചറിലൂടെ ഫ്ലോ ചെയ്യില്ല, ആർമേച്ചർ വൈൻഡിങ്ങിൽ. അപ്പോൾ ആർമേച്ചർ വൈൻഡിങ്ങിൽ എന്തുണ്ട്? ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ, RA എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഒരു കറണ്ട് ഒരു റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്താൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അതാണ് IA RA. IA RA എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അതായത് നമ്മുടെ
പ്രൊഡ്യൂസ് ചെയ്ത വോൾട്ടേജ് എത്രയാണ്? ഇൻഡ്യൂസ് ചെയ്ത വോൾട്ടേജ് ഇ ജി ആണ്. ആ ഇ ജി കാരണം കറണ്ട് ഐ എ ഉണ്ടാകുമ്പോൾ ആ ഐ എ ആർ എയിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ നിന്നുണ്ടാവും ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടില്ല? ഫുൾ ഇ ജി മൊത്തമായിട്ട് കിട്ടില്ല. എന്ത് കുറക്കണം? ഇതിൽ നിന്ന് ആർമേച്ചർ വോൾട്ടേജ് ഡ്രോപ്പ് കുറക്കണം. അത് കൂടാണെന്നുണ്ട് ഇവിടെ 2 ബ്രഷസ് ഉണ്ട് അല്ലേ? ആ ബ്രഷസ് എന്താണ്? കണ്ടക്ടിങ് മെറ്റീരിയൽ കാർബൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രഷിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ സംഭവിക്കും അവിടെയും വോൾട്ടേജ് ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ബ്രഷ് ഡ്രോപ്പ്, വി ബി എന്ന് പറയും. ബ്രഷ് ഡ്രോപ്പ്. ഇപ്പോൾ 2 ബ്രഷസ് ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് 2 വി ബി, 2 സൈഡിലും എന്തുണ്ടാവും? ഡ്രോപ്പ് ഉണ്ടാവും. അതായത് നമ്മുടെ ജനറേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ വോൾട്ടേജും അവിടെ കിട്ടില്ല, നമുക്ക് ലോഡിൻ്റെ അക്രോസ് കിട്ടില്ല. അതിൽ നിന്ന് എന്തൊക്കെ കുറക്കണം? ആർമേച്ചർ വോൾട്ടേജ് ഡ്രോപ്പ് കുറക്കണം. ആർമേച്ചർ റെസിസ്റ്റൻസ് ആർ എ കാരണം ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ഐ എ ആർ എ കുറക്കണം. അതുകൂടാണ്ട് 2 ബ്രഷിലുള്ള ഡ്രോപ്പും കൂടി എന്ത് ചെയ്യണം? കുറക്കണം. ഓക്കെ, ആ കുറച്ചിട്ട് ബാക്കിയാണ് നമുക്ക് എവിടെ കിട്ടുന്നത്? ടെർമിനൽ വോൾട്ടേജിൽ വരുന്നത്. ഇനി അഡീഷണൽ ആർമേച്ചർ റിയാക്ഷൻ ഡ്രോപ്പ് ഒക്കെ ഇനി വരാനുണ്ട്, അത് ഹയറിൽ പറയാം. ഇനി വരുന്ന സെക്ഷനിലൊക്കെ ആർമേച്ചർ റിയാക്ഷൻ കാരണവും എന്തുണ്ടാവുന്നുണ്ട്? വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പറയാം. ഇപ്പോൾ തൽക്കാലം കൺസെപ്റ്റ്, ഇലക്ട്രിക്കൽ കൺസെപ്റ്റ് മാത്രം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ജനറേറ്റഡ് ഇ എം എഫിന് ആർമേച്ചർ വോൾട്ടേജ് ഡ്രോപ്പും ബ്രഷ് ഡ്രോപ്പും കഴിഞ്ഞിട്ടുള്ള വോൾട്ടേജാണ് നമുക്ക് എവിടെ കിട്ടുന്നത്? ലോഡ് വോൾട്ടേജിന് അക്രോസ്, ലോഡിന് അക്രോസ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇ ജി ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോബ്ലം നമുക്ക് ചോദിക്കാറുണ്ട്. ഈ ജനറേറ്റ് ചെയ്ത ഇ എം എഫ് എന്തായിരിക്കും? ഈക്വൽ ടു ടെർമിനൽ വോൾട്ടേജിലുണ്ടായ ഇ എം എഫ്, ടെർമിനൽ വോൾട്ടേജ് വി പ്ലസ് എന്തും കൂടി ആഡ് ചെയ്യാം? ഐ എ ആർ എ, ആർമേച്ചറിലുണ്ടായ വോൾട്ടേജ് ഡ്രോപ്പ് ആഡ് ചെയ്യാം, പ്ലസ് 2 ബ്രഷ് ഡ്രോപ്പും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? ജനറേറ്റഡ് ഇ എം എഫ്. ദാറ്റ് ഈസ് ഇ ജി ഈസ് ഈക്വൽ ടു വി പ്ലസ് ഐ എ ആർ എ പ്ലസ് 2 വി ബി. 2 വരാൻ കാരണം 2 ബ്രഷ് ഉള്ളതുകൊണ്ടാണ്. ഇ ജി ഈസ് ഈക്വൽ ടു വി പ്ലസ് ഐ എ ആർ എ പ്ലസ് 2 വി ബി. ഇനി ക്വസ്റ്റ്യനിൽ ബ്രഷ് ഡ്രോപ്പ് തന്നിട്ടില്ലെങ്കിൽ ഇത് എടുക്കേണ്ട കാര്യമില്ല. ഇനി ക്വസ്റ്റ്യൻ ചിലപ്പോൾ 1 വോൾട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. ഇതാണെങ്കിൽ വി പ്ലസ് ഐ എ ആർ എ പ്ലസ് 2 വി ബി. ഇ ജി ഈസ് ഈക്വൽ ടു ജനറേറ്റഡ് വോൾട്ടേജ് അറ്റ് ആർമേച്ചർ, ആർമേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ്. വി എന്ന് പറയുന്നത് ലോഡിൻ്റെ അക്രോസ് വരുന്ന ടെർമിനൽ വോൾട്ടേജ്. ഐ എ എന്ന് പറയുന്നത് ആർമേച്ചർ കറണ്ട്. ആർ എ എന്ന് പറയുന്നത് ആർമേച്ചറിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ്. വി ബി എന്ന് പറയുന്നത് ബ്രഷിൻ്റെ അക്രോസ് വരുന്ന ഡ്രോപ്പ്. ഓക്കെ, ഇനി പി ജനറേറ്റർ, പവർ ജനറേറ്റഡ്. എത്ര പവറാണ് ജനറേറ്റർ ഉണ്ടാക്കുന്നത്? ജനറേറ്റഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം പവർ എന്ന് വെച്ചാൽ എന്താ? പവർ എന്ന് വെച്ചാൽ വോൾട്ടേജ് ഇൻ ടു കറണ്ട് ആണ്, വോൾട്ടേജ് ഇൻ ടു കറണ്ട്. ഓക്കെ, ഇനി പവർ ജനറേറ്റഡ് എവിടെയാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്? ആർമേച്ചർ വൈൻഡിങ്ങിലാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? ഇ ജി. പവർ ജനറേറ്റഡ് ഈസ് ഈക്വൽ ടു ഇ ജി ഇൻറ്റു അവിടുത്തെ കറണ്ട് എത്രയാണ്? ഐ എ. ഓക്കെ, അപ്പോൾ പവർ ജനറേറ്റഡ് പി ജി ഈസ് ഈക്വൽ ടു എത്രയാണ്? ഇ ജി ഇൻറ്റു ഐ എ. കാരണം ഇവിടുത്തെ വോൾട്ടേജ് ഇ ജി ആണ്, പാസ് ചെയ്യുന്ന കറണ്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എത്രയാണ്? ഐ എ ആണ്. നോക്കിയാൽ ഇതേ ഐ എ തന്നെയാണ് എന്തിലൂടെ പാസ് ചെയ്യുന്നത്? ലോഡിലൂടെയും പാസ് ചെയ്യുന്നത്. സീരീസ് കണക്ഷൻ ആണ്, ലോഡിലൂടെയും പാസ് ചെയ്യുന്നത്. അപ്പോൾ ഐ എയും ലോഡ് കറണ്ട് ഐ എല്ലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഐ എ ഇസ് ഈക്വൽ ടു ഐ എൽ. ഐ എ ഇസ് ഈക്വൽ ടു ഐ എൽ. കാരണം സെയിം പാത്ത് ആയതുകൊണ്ട് ലോഡ് കറണ്ടും ആർമേച്ചർ കറണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ പവർ ജനറേറ്റർ എന്ന് പറയുന്നത് ഇ ജി ഇൻറ്റു ഐ, ആർമേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ, അതാണ് ഇ ജി ഇൻറ്റു ഐ എ. നെക്സ്റ്റ് പവർ ഔട്ട്പുട്ട്, നമുക്ക് ആക്ച്വലി കിട്ടുന്ന ഔട്ട്പുട്ട്, അതായത് ലോഡിൻ്റെ അക്രോസ് ഉള്ള പവർ എന്തായിരിക്കും? ലോഡിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ്? വി ആണല്ലേ, ലോഡിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ്. പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? അക്രോസ് ഉള്ള വോൾട്ടേജ് വി ആണ്, ഇൻറ്റു കറണ്ട് എത്രയായിരിക്കും? ഐ എൽ. ഐ എൽ എന്ന് വെച്ചാൽ ഐ എ തന്നെയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ലോഡിൽ അക്രോസ് ഉള്ള കറണ്ട് ഇൻറ്റു ലോഡിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ്. പവർ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ എൽ. ഇതാണ് ഇത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ. ഫീൽഡ് മാഗ്നറ്റ്സ് ആർ എനർജൈസ്ഡ് ബൈ സം എക്സ്റ്റേണൽ ഡി സി സോഴ്സ്. എക്സ്റ്റേണൽ ഡി സി സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഫീൽഡ് മാഗ്നറ്റ്സ് എനർജൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ജനറേറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ. അപ്പോൾ സെൽഫ് എക്സൈറ്റഡ് എന്തായിരിക്കും? പേര് തന്നെ ഉണ്ട്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എക്സ്റ്റേണൽ ആയിട്ട് ഡി സി സോഴ്സ് വെക്കുക. സെൽഫ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാലോ നമ്മുടെ ജനറേറ്ററിൻ്റെ അകത്ത് തന്നെയുള്ള എന്തോ ഒരു മെക്കാനിസമാണ് അവിടെ നടക്കുന്നുള്ളത്. അപ്പോൾ അത് എന്താണെന്നും നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്ററും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, സീരീസ് ജനറേറ്റർ, ഷണ്ട് ജനറേറ്റർ, കോമ്പൗണ്ട് ജനറേറ്റർ, കോമ്പൗണ്ടിൽ തന്നെ ലോങ് ഷണ്ട്, ഷോർട്ട് ഷണ്ട്, ക്യുമുലേറ്റീവ്, ഡിഫറൻഷ്യൽ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. 1-2 പ്രോബ്ലംസ് കൂടി എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.